ഗൾഫിൽ നിന്ന് വന്നു കഴിഞ്ഞാൽ നമ്മളിന്ന് രാത്രി സ്പെഷ്യലായിട്ട് ഉണ്ടാക്കി കൊടുക്കാൻ വേണ്ടി പോകുന്നത് മന്തിയാണ് ഗൈസ്. അപ്പോൾ അരിയെല്ലാം കഴുകിയിട്ട് നമ്മൾ കുറച്ച് നേരം അങ്ങനെ കുതിരാൻ വേണ്ടി വെച്ചിട്ടോ. അങ്ങനെ ദേ നമ്മൾ മന്തി കിറ്റ് വാങ്ങിയിട്ടുണ്ട്. അതിൽ കുറച്ച് മാഗി ക്യൂബ്സൊക്കെ കിട്ടിയിട്ടുണ്ട്. ക്യൂബ് നമ്മൾ എക്സ്ട്രായും വാങ്ങി. പിന്നെ ദേ എല്ലാവരും ഉണ്ട് കേട്ടോ, ഞാൻ, അമ്മ, പിന്നെ തക്കു, പുന്നാര എല്ലാവരും ഉണ്ട് കേട്ടോ. ഞങ്ങളെല്ലാവരും കൂടെ കൂടിയിട്ട് ഈ ഒരു കലവറ ചറവറ ആക്കുമെന്ന് നമുക്ക് വഴിയെ കാണാം. യൂട്യൂബിൽ ആദ്യം മന്തി ഉണ്ടാക്കുന്നത് എങ്ങനെയെന്ന് സെർച്ച് ചെയ്തിട്ട് നല്ലൊരു വീഡിയോ സെലക്ട് ചെയ്തിട്ട് അതിൽ പറയുന്ന പോലെ നമ്മൾ ഉണ്ടാക്കാൻ വേണ്ടി പോവുകയാണ്. ഞാൻ ഇതിനു മുമ്പും മന്തിയൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്, ഉള്ള സാധനം വെച്ചിട്ട് തട്ടിക്കൂട്ടിയൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. അതും യൂട്യൂബിൽ ഓരോ വീഡിയോസ് കണ്ടിട്ടാണ് കേട്ടോ, അല്ലാതെ ഞാൻ ഈ കുക്കിങ്ങിൽ ഒരു എക്സ്പേർട്ടും അല്ല. പ്രത്യേകിച്ച് എൻ്റെ അമ്മയാണെങ്കിൽ ഇങ്ങനത്തെ സാധനങ്ങളൊന്നും ഉണ്ടാക്കണം. നാടനായിട്ടൊക്കെ നന്നായിട്ട് ഉണ്ടാക്കും. അതായത് നല്ല മീൻ കറി, നല്ല ചിക്കൻ കറി, ബീഫ്, അങ്ങനത്തെ എല്ലാ ഐറ്റവും അമ്മ ഉണ്ടാക്കും. പക്ഷേ ഈ മന്തി, ബിരിയാണി അതിലൊന്നും അമ്മ കൈ കടത്തില്ല. അമ്മയ്ക്ക് വലിയ താല്പര്യവും ഇല്ല. അപ്പോൾ ഇതിലൊക്കെ മെനക്കെടുക ഞാനാണ് കേട്ടോ. അപ്പോൾ ചിക്കനൊക്കെ നന്നായിട്ട് നല്ല വലുപ്പത്തിൽ തന്നെ നമ്മൾ മുറിച്ച് വാങ്ങിയിട്ടുണ്ട്. തക്കുവിടെ ക്യാപ്സിക്കം അരിഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. മന്തി ഉണ്ടാക്കിയിട്ട് അവനെയൊന്നും ഞെട്ടിക്കാന്നാണ് ഞങ്ങൾ വിചാരിച്ചത്. പക്ഷേ എന്ത് മന്തി, അവനാണെങ്കിൽ മന്തി കഴിച്ച് മടുത്തു. അവൻ പറയും എനിക്ക് മന്തിയൊന്നും വേണ്ടായിരുന്നു, എനിക്ക് നമ്മളെ സാധാരണ ചോറും മീൻകറിയൊക്കെ കഴിക്കാനൊക്കെ കൊതിയാവുന്നതെന്ന്. ദേ കിടക്കുന്നു, നമ്മൾ എന്ത് ചെയ്യാനാ. എന്തായാലും ചിക്കനൊക്കെ വാങ്ങിപ്പോയി, അരിയെല്ലാം നമ്മളിങ്ങനെ എന്താ പറയുന്നത് കുതിരാൻ വേണ്ടിയൊക്കെ വെച്ചു. അപ്പോൾ എന്തായാലും മന്തി തന്നെ അങ്ങോട്ട് തട്ടി കൂട്ടാമെന്ന് വിചാരിച്ചു. അവൻ ഇന്നും കൂടെ അഡ്ജസ്റ്റ് ചെയ്താണ്ട് കഴിക്കട്ടെ, നാളെ നമുക്ക് അവന് ഇഷ്ടമുള്ളത് എന്താണെന്ന് വെച്ചാൽ ഉണ്ടാക്കി കൊടുക്കാം. അങ്ങനെ ഒരു ആവേശത്തിനാണ് കേട്ടോ നമ്മൾ മന്തി ഉണ്ടാക്കുന്ന അങ്ങോട്ട് തീരുമാനിച്ചത്. പിന്നെ ഞാൻ ദേ ചിക്കനെല്ലാം കഴുകി വൃത്തിയാക്കി എടുക്കുന്നുണ്ട്. എനിക്ക് ഈ വലിയ ചിക്കൻ കണ്ടിട്ട് ഞാൻ അതിനെക്കുറിച്ച് ഓരോന്ന് പറയണേ. നല്ല വലിയ കാലാണ്, ഒന്ന് കുഞ്ഞൂനും ഒന്ന് അപ്പൂനും ഒന്ന് എനിക്ക് എന്നൊക്കെ അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. മന്തി ആകുന്നതിന് മുമ്പ് ഇവിടെ പീസെല്ലാം ആരതാണെന്ന് ഇവിടെ സെലക്ട് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട്. തക്കുവാണെങ്കിൽ പറഞ്ഞാൽ അവൾക്ക് എല്ല് കഷ്ണം മാത്രം മതി കേട്ടോ. അവൾ എന്നെ പോലെ ഒരു എല്ല് തന്നെയാണ്, അതുകൊണ്ടായിരിക്കും എല്ലിനോട് കൂടുതൽ പ്രിയം. എനിക്കും ഈ വലിയ കട്ട പോലെയുള്ള ഇറച്ചി ഇഷ്ടമല്ല കേട്ടോ, വെറും ഇറച്ചിയുള്ളത് ഇഷ്ടമല്ലേ. ഈ എല്ലും കൂടെ മിക്സ് ആയിട്ടുള്ള ഇറച്ചി ഭാഗങ്ങളാണ് എനിക്കും കൂടുതൽ ഇഷ്ടം. കഴുകി വൃത്തിയാക്കിയെടുത്ത ചിക്കനിലേക്ക് നമ്മൾ പട്ട, ഗ്രാമ്പു, ഏലക്കായ എന്നിവയെല്ലാം വിതറി അങ്ങോട്ട് കൊടുക്കട്ടോ. അപ്പോൾ ഒരാൾ യൂട്യൂബിൽ വീഡിയോ കണ്ടുകൊണ്ട് ക്ലാസ് പറഞ്ഞു തരികയാണേ, ചേച്ചി അടുത്തത് അത് ചെയ്യണം, അടുത്തത് ഇത് ചെയ്യണമെന്ന്. അങ്ങനെ ദേ ക്യാപ്സിക്കം ഇട്ട് കൊടുത്തു. ക്യാപ്സിക്കം ഒരെണ്ണം കൂടെ വേണമായിരുന്നു, നമ്മളൊരാവേശത്തിന് ഒന്നേ വാങ്ങിയുള്ളൂ. ഒന്നും കൂടെ ആവാമെന്ന് എനിക്ക് പിന്നെ തോന്നി. പിന്നെ നമ്മുടെ ക്യൂബ് ഇട്ട് കൊടുക്കുക കേട്ടോ. 1, 2, 3 ഒരു 3 4 നമ്മൾ ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നോട് പിന്നെ ഈ അളവും കാര്യങ്ങളൊന്നും കറക്റ്റായിട്ട് ആരും ചോദിക്കരുത്, ഞാനല്ല, എൻ്റെ ഒരു സുമാറിനാണ് അങ്ങ് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. ക്യൂബ് ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ മന്തി കിറ്റ് കിട്ടിയ ആ ഒരു പൊടികളെ ഒരു മിക്സ് ഉണ്ട് കേട്ടോ. എന്താ പൊടികളെന്നൊന്നും എനിക്കറിയില്ല, പക്ഷെ നല്ല മണം ഉണ്ടായിരുന്നു. അതും കൂടെ ആ ചിക്കനിലേക്ക് അങ്ങോട്ട് ഇട്ട് കൊടുത്തു. പിന്നെ നമ്മൾ കളറും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഒരു ഭംഗി ഇരുന്നോട്ടേ എന്ന് വിചാരിച്ചിട്ടാണ് കളർ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഇതോട് കൂടിയിട്ട് നമ്മൾ കളർ ഇവിടെ നിർത്തുകയാണ് കേട്ടോ. 2 വട്ടം നമ്മൾ മന്തി ഉണ്ടാക്കുമ്പോഴും കളർ ഉപയോഗിച്ചു. കളർ ഇല്ലാണ്ട് ഒരു വട്ടം ഞാൻ ഉണ്ടാക്കി നോക്കിയിട്ടുണ്ട്, അത് നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ ഇനി കളറൊന്നും ആഡ് ചെയ്യുന്നില്ല, കളറൊന്നും നല്ലതല്ലല്ലോ. അങ്ങനെ ദേ ഓയിലും കൂടെ ഒഴിച്ചു കൊടുത്തു. പിന്നെന്താ, പിന്നെ നമ്മൾ ഇന്ന് കളർ ചേർക്കാൻ കാരണം വേറൊന്നും കൊണ്ടല്ല, അനിയൻ വന്നതല്ലേ, ഇച്ചിരി കളർഫുൾ ആയിക്കോട്ടെ, കഴിക്കാൻ കൊള്ളത്തില്ലെങ്കിലും കാണാനെങ്കിലും കുറച്ച് ഭംഗി ഇരുന്നോട്ടെ എന്ന് ഞാൻ അങ്ങോട്ട് വിചാരിച്ചേ. പിന്നെയെന്ന് പറയുന്നത് ഓയിൽ ആവശ്യത്തിൽ കൂടുതൽ ഒഴിക്കുക. ഏട്ടനാണ് ഇങ്ങനെ ഓയിൽ ഒഴിക്കുന്നത് കാണുന്നതെങ്കിൽ എന്നെ ചീത്ത പറയും ഗൈസ്, വേറൊന്നുമല്ല. ഓയിൽ അതുപോലെ തന്നെ എരിവ്, പുളി അതൊന്നും നമ്മുടെ വയറിന് നല്ലതല്ല എന്ന് ഇടയ്ക്കിടയ്ക്ക് പറയാറുണ്ട്. കാരണം ഏട്ടന് വയറ് പുകച്ചിലും എരിച്ചിലൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഏട്ടന് അത് നമ്മളോടും കുറയ്ക്കാൻ വേണ്ടി പറയുകയാണ്. ഏട്ടനാണെങ്കിൽ ഇതിന് മുമ്പും ഈ പുകച്ചിലും എരിച്ചിലും വരുന്നതിന് മുമ്പും എൻ്റെ അത്ര പോലും ചിക്കൻ കഴിക്കുകയോ പൊരിച്ചത് കഴിക്കുകയോ ഒന്നും ചെയ്യാറില്ല കേട്ടോ. പക്ഷേ ഏട്ടന് ദേ ഇപ്പോൾ എരിച്ചിലും പുകച്ചിലും ആയി. അപ്പോൾ എന്നോടൊക്കെ പ്രത്യേകം പറയും ഓയിലും വെളിച്ചെണ്ണ, എരിവും പുളിയും മസാലകളും എല്ലാം കുറയ്ക്കാൻ. അങ്ങനെ ദേ നമ്മുടെ ചിക്കനിലേക്ക് ഓയിലും കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തു. നമ്മൾ കുറച്ച് ഉപ്പും കൂടെ ഇട്ട് കൊടുത്തിട്ടോ. ആ ഒരു ക്യൂബിൽ ഉപ്പുണ്ട് കേട്ടോ. അപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ ഉപ്പൊന്ന് ടെസ്റ്റ് ചെയ്തപ്പോൾ കുറച്ച് കുറവ് തോന്നി, അതുകൊണ്ട് നമ്മൾ ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ആഡ് ചെയ്ത് കൊടുത്തു. അങ്ങനെ ചിക്കൻ റെഡി ഗൈസ്. പിന്നെ കുരുമുളക് ഇടാൻ വേണ്ടി മറന്നു പോയിരുന്നു, അതങ്ങ് അവസാനം ഇട്ട് കൊടുത്തു കേട്ടോ. വീഡിയോയിൽ പറയുന്നത് ഈ ചിക്കനെല്ലാം നമ്മൾ മറിച്ചും തിരിച്ചുവിട്ട് വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ്, ആ ഒരു ഓയിലിൽ ഇട്ട് തന്നെ. പക്ഷേ ഞാനിത് കുക്കറിലിട്ടൊരു വിസിലങ്ങ് അടുപ്പിക്കുകയാണ് കേട്ടോ. അതാകുമ്പോൾ ഒന്ന് ജസ്റ്റ് വെന്ത് കിട്ടും, എന്നിട്ട് നമുക്ക് തിരിച്ചും മറിച്ചൊക്കെ ഇട്ടിട്ടൊന്ന് മുരിച്ചെടുക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ എല്ലാം കൂടെ അങ്ങോട്ട് കുക്കറിൽ തട്ടി പെട്ടെന്ന് അങ്ങ് സെറ്റായി കിട്ടല്ലോ. ഞാൻ പറഞ്ഞില്ല അമ്മ ഇതിലൊന്നും കൈ കടത്തില്ല, അതുകൊണ്ട് തന്നെ ഇത് നാശമായി പോയിട്ടുണ്ടെങ്കിൽ അമ്മ എന്നെ വഴക്കും പറയും. അതുകൊണ്ട് വളരെ സൂക്ഷിച്ചാണ് ഞാൻ ഓരോ ചുവടും മുന്നോട്ട് വെക്കുന്നത്. അനിയത്തിമാർ
അനിയന്മാർ രണ്ടെണ്ണം ഉണ്ടെന്ന് പറഞ്ഞിട്ടും കാര്യമില്ല, അവർ മന്തിയൊന്നും വെച്ചിട്ടില്ല ഇതുവരെ. അപ്പോൾ അവർ എൻ്റെ ഒരു ധൈര്യത്തിലാണ് ചുറ്റും നിൽക്കുന്നത്. വെള്ളം തിളച്ച് വന്നപ്പോൾ നമ്മൾ അരി ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. ആ വെള്ളത്തിൽ കുറച്ച് പട്ടയും ഗ്രാമ്പും ഏലക്കൊക്കെ ഇട്ടിട്ടുണ്ട്. അങ്ങനെ അരി ഇട്ടതിന് ശേഷം നമ്മൾ ചമ്മന്തി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. മന്തിക്ക് ചമ്മന്തി വേണമല്ലോ. തക്കാളി, ഉള്ളി, മല്ലിയില, പിന്നെ ഒരു 2 അല്ലി 2-3 അല്ലി വെളുത്തുള്ളിയും കൂടെ ഇട്ടിട്ടുണ്ട്. ആവശ്യത്തിനുള്ള ഉപ്പ്, പിന്നെ സുർക്ക അതും കൂടെ ഒഴിച്ചു കൊടുക്കട്ടെ. സുർക്ക, വിനാഗിരി എന്നൊക്കെ പറയില്ലേ, ആ ഒരു സംഭവമാണ്. അതും കൂടെ കുറച്ച് ഒഴിക്കുക. അപ്പോൾ ഏട്ടനാണ് ഒഴിക്കുന്നത്. ഏട്ടൻ കണ്ടില്ലേ കുറച്ച് ഒഴിക്കുന്നുള്ളൂ. ഞാൻ പറഞ്ഞ് പിന്നെ ഇച്ചിരി ഒഴിപ്പിച്ചതാണ് കേട്ടോ. കുഞ്ഞു അപ്പു അനിയൻ്റെ കൂടെ ഇരുന്ന് കളിക്കുകയാണ് കേട്ടോ. അവർ നല്ല ഹാപ്പിയാണ് അവൻ വന്നപ്പോൾ. അങ്ങനെ ഇവർ 3 ഇവിടെ കളിക്കുന്നുണ്ട്. അടുക്കളയിലാണെങ്കിൽ ഞാനും ഏട്ടനും അമ്മയും അതുപോലെ തക്കും പുന്നാരയും കൂടെ എന്തൊക്കെയൊക്കെയോ ഒപ്പിക്കുന്നുണ്ട്. അങ്ങനെ ചിക്കൻ ഒരു വിസിൽ വന്നപ്പോൾ നമ്മൾ ചിക്കനിലെ ആ ഒരു ഓയിലും ചിക്കനിൽ നിന്ന് ഇറങ്ങിയ വെള്ളമൊക്കെ നമ്മളൊരു വേറൊരു പാത്രത്തിലേക്ക് മാറ്റുകയാണ് കേട്ടോ. ഇതെന്തിനാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ റൈസിലേക്ക് ഒഴിക്കാൻ വേണ്ടിയിട്ടാണ്. വീഡിയോയിൽ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഒരു പാത്രത്തിലേക്ക് നമ്മളത് മാറ്റിയിട്ട് ഈ ഒരു പകുതി വെന്ത ചിക്കൻ നമുക്കിനി വേറൊരു പാത്രത്തിലേക്ക് ഇട്ടിട്ട് തിരിച്ചും മറിച്ചിട്ടൊന്ന് മുരിയിച്ചെടുക്കാം കേട്ടോ. അപ്പം ബാക്കിയുള്ള വേവും കൂടെ റെഡി ആയിക്കോളും. ഏട്ടന് കയ്യിലങ്ങ് കൊടുത്തിട്ട് എൻ്റെ സ്ഥാനം ഞാനങ്ങ് ഒഴിഞ്ഞു കേട്ടോ. ഇനി ബാക്കി ഏട്ടൻ നോക്കിക്കോളും. നമ്മളിതിന് മുമ്പ് വെച്ച 2 മന്തിയും നല്ല അടിപൊളിയായിട്ടുണ്ടായിരുന്നു കേട്ടോ. ഫസ്റ്റ് ഉണ്ടാക്കിയ മന്തിയിൽ കുറച്ച് സാധനങ്ങളൊക്കെ കുറവുണ്ടായിരുന്നു, എന്നാലും കൊള്ളായിരുന്നു. പിന്നെ നമ്മൾ ആ ചിക്കനിലേക്ക് 4 പച്ചമുളക്, ഒരു ഉണക്ക നാരങ്ങ അതൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ തിരിച്ചും മറിച്ചിട്ട് അങ്ങനെ ഒന്ന് വേവിച്ചെടുത്താൽ മതി കേട്ടോ. പകുതി വേവ് എന്തായാലും ആയിട്ടുണ്ട്. പിന്നെ എന്ന് പറയുന്നത് നമ്മൾ ഇതിന് മുമ്പ് ഉണ്ടാക്കിയ മന്തിയിൽ ഒരു വട്ടം നമ്മൾ കളർ ചേർത്തിട്ടുണ്ടാക്കി, ഒരു വട്ടം നമ്മൾ കളറൊന്നും ചേർക്കാതെ ഉണ്ടാക്കിയിട്ടുണ്ട്. രണ്ടും കൊള്ളായിരുന്നു കേട്ടോ. കളർ ചേർത്തുണ്ടാകുമ്പോൾ കുറച്ച് കളർഫുള്ളായിരിക്കും, അത്രേ വ്യത്യാസമുള്ളൂ. പിന്നെ കാണാനൊരു ഭംഗി അത്രേ ഉള്ളൂ കേട്ടോ. ഇനി നമ്മൾ ഉണ്ടാക്കുമ്പോൾ അങ്ങനെ കളറൊന്നും ചേർക്കില്ല. നമ്മൾ നാച്ചുറലായിട്ടുള്ള സാധനങ്ങൾ മാത്രം വെച്ചിട്ടുണ്ടാക്കുന്നുള്ളൂ. കളറൊന്നും ചേർത്ത് വെറുതെ വയറ് കേടാക്കണ്ടെന്നാണ് ഏട്ടൻ പറയുന്നത്. അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടെ അടുക്കളയിൽ ഒരുമിച്ചിരുന്നിട്ട് കഥകളെല്ലാം പറഞ്ഞ് നമ്മുടെ ചിക്കൻ വെന്ത് കഴിഞ്ഞപ്പോൾ ചോറല്ല അതിലേക്ക് അങ്ങ് തട്ടി കൊടുത്തിട്ടുണ്ട് കേട്ടോ. ചേച്ചിക്ക് ഇച്ചിരി കൂടുതലാണെന്ന് പല കൂട്ടുകാരും എന്നോട് പറഞ്ഞിട്ടുണ്ട്. എന്ത് ചെയ്യാനാ ഗൈസ്, അതൊരു ശീലമായിപ്പോയി എനിക്ക് പറയുമ്പോൾ. അതാണ് കേട്ടോ, ഞാൻ കുറയ്ക്കാൻ വേണ്ടി ശ്രമിക്കാം. അങ്ങനെ ചോറെല്ലാം തട്ടിക്കൊടുത്തതിന് ശേഷം ഏട്ടനത് നന്നായിട്ടൊന്ന് നിരത്തിയിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഇനിയെല്ലാം ഏട്ടനാണ് സെറ്റാക്കുക, മിക്സാക്കലൊക്കെ ഏട്ടൻ അങ്ങോട്ട് ചെയ്തോളും. പിന്നെ നമ്മുടെ ചമ്മന്തി നമ്മൾ സെറ്റാക്കി വെച്ചിട്ടുണ്ട് മുൻപേ തന്നെ. ചോറൊന്ന് നിരത്തിയതിന് ശേഷം അതിൻ്റെ മുകളിൽ കൂടെ നമ്മൾ മാറ്റി വെച്ചില്ല, ആ ഒരു ചിക്കൻ വേവിച്ചതിൽ നിന്ന് മാറ്റി വെച്ച ആ ഒരു ഓയിലും ചിക്കനിൽ നിന്ന് ഇറങ്ങിയ വെള്ളമൊക്കെ അതങ്ങ് ഒഴിച്ചു കൊടുക്കുക കേട്ടോ. പിന്നെ നമുക്ക് കളർഫുള്ളിന് വേണ്ടിയിട്ട് കുറച്ച് കളറും കൂടെ അങ്ങോട്ട് വട്ടത്തിൽ ചുറ്റി അങ്ങ് ഒഴിച്ചു കൊടുക്കുക. അങ്ങനെ മന്തി റൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഏകദേശം. ഇനി നമുക്കിതിൻ്റെ മുകളിലായിട്ട് ഒരു ഭംഗിക്ക് ഒരു 2-3 പച്ചമുളക് വെറുതെ അങ്ങ് കുത്തി കൊടുക്കാം. അപ്പോൾ നമ്മളിവിടെ 2 വെച്ച് കൊടുത്തിട്ടുള്ളത്. ഇനി അതങ്ങ് മൂടി വെച്ചു. നമ്മളിവിടെ പുകയ്ക്കൊന്നൊന്നുമില്ല കേട്ടോ. ഞാനിതിന് മുമ്പേ ഒരു മന്തിയുടെ വീഡിയോ ഇട്ടപ്പോൾ ചേച്ചി ഇത് പുകയ്ക്കണം എന്നൊക്കെ പറഞ്ഞ്, പക്ഷെ പുകയ്ക്കാനൊന്നും എനിക്കറിയില്ല, ഞാൻ പുകച്ചിട്ടുമില്ല. നമ്മുടെ മന്തിക്കുള്ള ചമ്മന്തിയൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. മയണൈസ് കണ്ടപ്പോൾ നിങ്ങൾക്ക് തോന്നിയില്ല കുറച്ച് ലൂസായിന്ന്? ലൂസ് തന്നെയാണ് ഗൈസ്. ഓയിൽ കുറച്ചേ ഒഴിച്ചുള്ളൂ കേട്ടോ. ഏട്ടൻ അധികം ഓയിൽ ഒഴിക്കാൻ സമ്മതിച്ചില്ല. ഓയിൽ ഒഴിച്ചാൽ അതിങ്ങനെ കട്ടിയായി വരുള്ളൂ. ഒരു 10-15 മിനിറ്റിന് ശേഷം മൂടി വെച്ച മന്തി നമ്മൾ നന്നായിട്ട് അങ്ങോട്ട് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ടായിരുന്നു കേട്ടോ. നമ്മൾ വിചാരിച്ച പോലെ തന്നെ നല്ല അടിപൊളിയായിട്ട് സെറ്റായി വന്നിട്ടുണ്ട്. അങ്ങനെ വേവും കറക്റ്റായിരുന്നു. ചിക്കനൊക്കെ കാണാനൊരു അടിപൊളി ലുക്ക് കേട്ടോ, നല്ല കളറൊക്കെ ആയതുകൊണ്ടേ. അങ്ങനെ ഏട്ടൻ നന്നായിട്ട് അടി മുതൽ അങ്ങോട്ട് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി നമുക്കിതങ്ങ് ചൂടോട് കൂടിയിട്ട് വലിയൊരു പാത്രത്തിലേക്ക് മാറ്റണം, പ്ലേറ്റിലോട്ട് മാറ്റണം, കഴിക്കണം. അങ്ങനെ അതെല്ലാം മിക്സിങ് എല്ലാം പരിപാടിയെല്ലാം ഏകദേശം ഇവിടെ കഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. വേഗം കുഞ്ഞുനും അപ്പുനും ആദ്യം കൊടുക്കാമെന്ന് വിചാരിച്ചു. അവർക്ക് 2 ഓരോ ലെഗ് പീസ് വെച്ച് കൊടുത്തിട്ടോ. അവർ ഇവിടെ എന്നും ഒരു കാല് കൊണ്ടിരുന്നു, അന്ന് ഇവിടെ പെരുവടിയായിരിക്കും ഗൈസ്. അപ്പോൾ പറഞ്ഞിപ്പോൾ 2 ഓരോ ലെഗ് പീസ് വാങ്ങും. അങ്ങനെ കുഞ്ഞുനും അപ്പുനും ആദ്യം തന്നെ ചോറെല്ലാം വിളമ്പി. പിന്നെ ഞങ്ങളും കഴിക്കാൻ വേണ്ടി പോവാണ്. നമ്മൾ എക്സ്ട്രാ ഒരു പാത്രത്തിൽ കൊണ്ട് വിളമ്പി വെച്ചിട്ടുണ്ട്. തക്കുതേ കഴിക്കുന്നു, പുന്നാരതേ കഴിക്കുന്നു. പിന്നെ അമ്മ കുഞ്ഞിന് വാരി കൊടുക്കുന്നുണ്ട്. കുഞ്ഞു കഴിച്ചിട്ടേ അമ്മ കഴിക്കുന്നുള്ളൂ. പിന്നെ അപ്പു കഴിക്കുന്നുണ്ട്. അപ്പു കുരുമുളക് കഴിച്ചതാണ് അവൻ്റെ മുഖം. അങ്ങനെ നാട്ടിൽ വന്നതറിഞ്ഞിട്ട് അവന് ഭയങ്കര മെസ്സേജും കോളും ഒക്കെയാണ് കേട്ടോ. അപ്പോൾ അവൻ അവർക്ക് റിപ്ലൈയും കൊടുത്തോണ്ട് മന്തി കഴിക്കുന്നുണ്ട് ഗൈസ്. അപ്പോൾ കഴിച്ചപ്പോൾ അവൻ കൊള്ളാമെന്ന് പറഞ്ഞ് അങ്ങനെ എല്ലാവരും വട്ടത്തിലിരുന്ന് കഴിക്കുന്നുണ്ട്. ഏട്ടനും കഴിക്കുന്നുണ്ട്. ഇനി എൻ്റെ ഊഴമാണ്. ഞാനും ഒരു ലെഗ് പീസാണ് എടുത്തത് കേട്ടോ. അങ്ങനെ നമ്മൾ മന്തി റൈസും ഒരു ലെഗ് പീസിന് ഒരു കഷ്ണം വെച്ചിട്ടുണ്ട്. കഷ്ണം കാണുന്നില്ലല്ലേ, ഉള്ളിലാണ് ഗൈസ്. അതും കൂടെ എടുത്തിട്ട് അങ്ങോട്ട് കഴിച്ചിട്ടോ. പിന്നെ നമ്മുടെ ചമ്മന്തിയൊക്കെ അടിപൊളിയായിരുന്നേ. അപ്പം മന്തി എന്തായാലും കൊള്ളാം. അനിയൻ ഇന്ന് മന്തിയാണ്, നാളെ നല്ല നാടൻ ഭക്ഷണം വെച്ച് കൊടുക്കണം. അപ്പം അത് വീഡിയോ എത്രയുള്ളൂ. പുതിയൊരു വീഡിയോയിൽ കാണാൻ. ടാറ്റാ ബൈ ബൈ, സീ യു.